ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. ദശകം 82. ബാണയുദ്ധവും നൃഗമോക്ഷവും. ശംബരനെ നിഗ്രഹിച്ചു രതിക്കൊപ്പം തിരിച്ചെത്തി പ്രദ്യുമ്നനും കട്ടെടുത്തു രുക്മിപുത്രിയെ. പ്രദ്യുമ്നപുത്രനം അനിരുദ്ധൻ രോചനയെ വിട്ടു ചൂതു കളിക്കിടെ രാമൻ രുക്മിയെ കൊന്നു. ബലിപുത്രൻ ശിവഭക്തൻ സഹസ്രകാരങ്ങളുള്ള ബാണാസുരൻ തൻ്റെ പുത്രിയാകുന്ന ഉഷ. കാമോപമനാകും അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടു കാമീരയായി വിരഹത്താൽ ദുഃഖിതയായി. ഉഷയുടെ തോഴിയായ യോഗിനിയാം ചിത്രലേഖ വരച്ച ചിത്രത്താൽ ആളെ തിരിച്ചറിഞ്ഞു. യോഗബലത്താൽ അന്ന് അനിരുദ്ധനെയും കൊണ്ടുവന്നു അറിയാതെ ഉഷ തൻ്റെ കന്യാഗൃഹത്തിൽ. കാമുകിയം ഉഷയൊത്തു പലവിധ ക്രീഡ ചെയ്തു അനിരുദ്ധൻ ബന്ധിതനായി കാരാഗൃഹത്തിൽ. യാദവ ഭടന്മാരൊത്തു യുദ്ധത്തിനായി എത്തി ഭവൻ ബാണൻ തൻ്റെ ശോണിതപൂരത്തെ വളഞ്ഞു. ബാണക്കോട്ട കാക്കും ശിവൻ ഭൂതഗണങ്ങൾക്കുമൊപ്പം ഭഗവാന്റെ യാദവ സൈന്യത്തെ തടഞ്ഞു. സാത്വികിയോടു ബാണനും ഗുഹനോടു പ്രദ്യുമ്നനും പവനേശൻ പരമേശനെയും എതിർത്തു. മോഹനാംഗ അവിടുത്തെ മോഹനാസ്ത്രമേറ്റ നേരം മോഹിനികാന്തനാം ശിവൻ മോഹിതനായി. ഭൂതഗണമോടിപ്പോയി സ്കന്ദനോപരാജിതനായി കുംഭാണ്ഡനെ കുംഭം പോലെ രാമൻ തകർത്തു. 500 വില്ലുകളുമായി ആക്രമിക്കാനെത്തിച്ചേർന്ന അനങ്കാരി ഭക്തനാകും ബാണനും തോറ്റു. വിഷ്ണു ജ്വരത്താലെ തപിപ്പിക്കപ്പെട്ടു ശിവജ്വരം. ഭക്തന്മാർക്കു ജ്വരമില്ല വരവുമേകി. അഹങ്കാരമായിടുന്ന ബാണൻ തൻ്റെ കരങ്ങളെ അനുഗ്രഹം പോലെ ഭവൻ മുറിച്ചിടവേ അനങ്കാരി സ്തുതി ചെയ്തു ചതുർബാഹുവായി ബാണൻ. അനിരുദ്ധനൊത്തു കൃഷ്ണൻ മടങ്ങിയെത്തി. ദേവേന്ദ്രനെ വരുണനെ ഗുരുവിനായി കാലനെയും അഗ്നിയെയും ബ്രഹ്മനെയും തോൽപ്പിച്ച ദേവാ. ഇപ്പോഴിതാ ശിവനെയും തോൽപ്പിച്ച ഗുരുവാദേശ. കൃഷ്ണാവതാരമാതിനാൽ അതീവ ശ്രേഷ്ഠം. ബ്രാഹ്മണ കോപത്താൽ ഓന്തായി കിടന്നോരാ നൃഗനു നീ ശാപമോക്ഷമേകി സ്വർഗത്തിലേക്കയച്ചു. ബ്രാഹ്മണ ഭക്തി തന്നെ മഹാത്മ്യത്തെ കാണിച്ചോരാ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.